ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പഴംപൊരിയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇതുപോലുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം പഴുപ്പുള്ള പഴം വേണം എടുക്കാനായിട്ട്. അതിനെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു പഴം എടുത്തതിന് ശേഷം ആദ്യം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഓരോ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ പഴവും 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ എല്ലാ പഴവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തിക്നെസ്സിൽ വേണം പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ തിക്നെസ്സിൽ വേണം പഴം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിനി ഇതുപോലുള്ള ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് കുത്തിയെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാ പഴവും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായുള്ള ഒരു കോട്ടിംഗ് തയ്യാറാക്കി എടുക്കാം. കോട്ടിംഗ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടി 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഒരു ദോശമാവിൽ നിന്നും കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ ഓരോ സ്റ്റിക്കും എടുത്തതിന് ശേഷം ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കണം. ഞാനിവിടെ സ്പൂൺ കൊണ്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. പരന്ന പ്ലേറ്റിലാണെങ്കിൽ ഒന്ന് മുക്കിയെടുത്താൽ മതിയാവും. ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പുറം വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പും റെഡിയായി വന്നിട്ടുണ്ട്. അതും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് സബ്സ്ക്രൈബ്